നടാലിലും പരിസര പ്രദേശങ്ങളിലും വീടുകളിലും കടകളിലും വെള്ളം കയറി നടാൽ ഗേറ്റ് മുതൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ചാല അമ്പലം ബൈപ്പാസ് റോഡുകളിലും സ്ഥിതി സമാനം. ബൈപ്പാസിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്ക് പിറകുവശവും വെള്ളക്കെട്ട് രൂക്ഷം. കഴിഞ്ഞ ദിവസം മുതൽ കണ്ണൂരിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിൽ തന്നെയായിരുന്നു. ഇടമുറിയാതെ പെയ്യുന്ന മഴയായതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സമയവും ലഭിക്കുന്നില്ല. ദേശീയപാത നിർമ്മാണവും ഓവുചാലുകളിൽ മണലടിഞ്ഞതും വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. ചാല ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. രാവിലെ മുതൽ ചാല ബസാറിൽ റോഡ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. മിംസ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് പിറകുവശം മുഴുവൻ വെള്ളം നിറഞ്ഞ അവസ്ഥയാണുള്ളത്. ഇതുവഴി കുത്തിയൊഴുകി വരുന്ന വെള്ളം എടക്കാടപ്പൻ ബാങ്ക്, നടാൽ ഗേറ്റ് പ്രദേശങ്ങളിൽ തങ്ങിക്കിടക്കുകയാണ്. ഇവിടെയുള്ള നിരവധി വീടുകളാണ് ഇപ്പോൾ വെള്ളക്കെട്ട് ഭീഷണിയിലുള്ളത്. ഗതാഗതവും താറുമാറായ അവസ്ഥയിലാണ്. 12 കണ്ടിയിലെ പഴയ ഗ്യാസ് ഗോഡൌണിന് സമീപമുള്ള സുഗ്രീവൻ, രമേശൻ, പത്മനാഭൻ, ചാല ഭാഗങ്ങളിലുള്ള വാഴയിൽ സജീവൻ, വാഴയിൽ ഉത്തമൻ, ചാല അമ്പലം മുതൽ നടാൽ വരെയുള്ള വീടുകളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ബൈപ്പാസ് വഴിയും വെള്ളം കുത്തിയൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നുവെങ്കിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലയിൽ പല ഭാഗങ്ങളിലും മതിലിടിഞ്ഞും മരം വീണും അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അതിനാൽ തന്നെയും മഴ കനക്കുന്നതും അപകടങ്ങൾ ഉണ്ടാവുന്നതും ജാഗ്രതയോടെ നോക്കിയിരിക്കേണ്ട സമയമാണ്. ഈ അവസരത്തിൽ തന്നെയാണ് അഞ്ചരക്കണ്ടി ജുമാ മസ്ജിദിന്റെ മതിലിടിഞ്ഞ് അപകടം നടന്നതും തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടതും. ഇതേ രീതിയിൽ മഴ തുടർന്നുകൊണ്ടിരുന്നാൽ വാഹന ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുന്ന അവസ്ഥയാവും. വിദ്യാർത്ഥികളുടേതടക്കം തിരിച്ചുവരവും രക്ഷിതാക്കളുടെ പേടി സ്വപ്നമായി മാറുകയാണ്. നമുക്ക് ഇതുവരെ ഇങ്ങനെ വെള്ളം വന്നിട്ടൊന്നുമില്ല. ഇതുവരെ ആയിട്ടും ഈ കാലം അത്രയായിട്ടും 10-16 കൊല്ലം മുപ്പട്ടേ കയറിയ വെള്ളമാണ്. പിന്നെ ഇങ്ങനെ വെള്ളം ഉണ്ടായിട്ടേ ഇല്ല. നമുക്ക് ഭയങ്കര പ്രശ്നം. നമ്മളിപ്പോൾ എവിടെയാണ് പോകേണ്ടതെന്ന് തന്നെ നമുക്കറിയില്ല.